ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കുറച്ചധികം ആശങ്കകൾ ഉണ്ടാക്കുന്ന കുറച്ച് സീനുകൾ ഇത്തിരി കൂടുതലാണ് കേട്ടോ. നമുക്ക് അഞ്ജലിക്കും അർജുനൊന്നും അനുകൂലമായ സാഹചര്യങ്ങളല്ല ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിന്റെ റിവ്യൂയിൽ കേൾക്കാം. എന്താണെങ്കിലും ഇന്ന് എപ്പിസോഡിന്റെ ആദ്യം തന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് അഞ്ജലിയുടെ അച്ഛൻ ഇങ്ങനെ ശിവരാമൻ ഇങ്ങനെ എഴുന്നേറ്റല്ല, കട്ടിലിരിക്കുകയാണ് കേട്ടോ. പുള്ളിയാണെങ്കിൽ ഒരു എക്സ്പ്രഷനും പുള്ളിക്കില്ല കേട്ടോ. പുള്ളി ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുകയാണ്. പുള്ളിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല. അപ്പൊ അമ്മ എല്ലായിടത്തും നിൽക്കുന്ന ആര്യണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരു ഇതുമില്ല. എന്ത് ചോദിച്ചാലും റിപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാച്ചു പോലെ ബിഹേവ് ചെയ്യാണ് കേട്ടോ പുള്ളി. അപ്പൊ ഈ സമയത്ത് പല കുത്തുവാക്കുകൾ ഈ അമ്മായി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അച്ഛനെ എന്ന് ഓൾറെഡി എനിക്ക് തോന്നുന്നു അഞ്ജലി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കുഞ്ഞപ്പൻ അവിടെ ഓട്ടോയും കൊണ്ട് വരും. ഇവരെ നിർബന്ധിച്ച് ഇറക്കി പുറത്തേക്ക് അച്ഛനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും, ഓട്ടോയിൽ കയറ്റി ഇരുത്തും. അതിനുശേഷം അഞ്ജലി ആ സമയത്ത് എത്തും. അപ്പൊ അഞ്ജലിയോട് അമ്മ ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് ചെല്ലുമ്പോഴത്തേന് അഞ്ജലി വരെ നിർത്തിക്കോ, ഞാനിവിടെ എത്തിയല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അങ്ങനെ പറയും. അതിനുശേഷം അഞ്ജലി അമ്മയും കൂടി അച്ഛനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിലങ്ങ് പോവാണ്. അതാണ് ഇന്നത്തെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്ന സീനുകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ രാവിലത്തെ ഒരു സീനാണ് കാണുന്നത്. അതായത് അർജുനും അമ്മൂമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരിക്കുന്നു. അമ്മൂമ്മയ്ക്ക് അർജുൻ മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അമ്മൂമ്മ പറയുന്നു, ഇന്ന് കൊച്ചുമക്കളൊക്കെ അവരൊക്കെ ഇങ്ങനെ മരുന്നെടുത്ത് തരാറുള്ളതാ. അപ്പോൾ ഇന്ന് അവരാരെയും കാണുന്നില്ലല്ലോ മോനെ, എന്ത് പറ്റിയെന്നറിയില്ല എന്ന് പറയും. അപ്പൊ അർജുൻ പറയും, എന്താണെന്നറിയില്ല, അവരെല്ലാവരും ഇന്ന് ഭയങ്കര തിരക്കിലാ, ഏതോ വലിയൊരു ഗസ്റ്റ് വരാനുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ അർജുനുള്ള പണിയാണെന്ന് സത്യം പറഞ്ഞാൽ അർജുൻ അറിയുന്നില്ല കേട്ടോ. അപ്പൊ പാവ അർജുൻ അവിടെ ഇരിക്കുന്നു. ഇതിനു ശേഷം നമ്മൾ കാണുന്ന സീന് ശംഖുചക്രം തറവാടിന് മുറ്റത്തേക്ക് ഒരു കാർ പാഞ്ഞു വരുന്നു. അതിൽ നിന്ന് ആരായിരിക്കും ഇറങ്ങാൻ പോവാന്ന് നമുക്കറിയാലോ. അപ്പൊ അതിൽ നിന്ന് കുറുപ്പും ഭാര്യയും കാവ്യ ഇറങ്ങുകയാണ്. സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രാഘവനുണ്ണി വകയിൽ ഓടി വരുന്നു. അങ്ങനെ അവർ സ്വീകരിച്ച് സന്തോഷിച്ച് അവരകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ അവിടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേന് മുകുന്ദൻ വരും. മുകുന്ദനും സർപ്രൈസ് ആയി പോയി കേട്ടോ. ഇതെന്താണ് ഇവർ ഇത്ര രാവിലെ എത്തിയിരിക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ. അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പൊ അതിനെപ്പറ്റിയൊക്കെ മുകുന്ദൻ ചോദിക്കുമ്പോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, നമ്മൾ ഇവിടെ ഒരു നല്ല കാര്യം നടക്കാനായിട്ട് പോവുക, അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹ തീയതി നിശ്ചയിക്കാനായിട്ട് പോവുകയാണെന്ന് ഇന്നെന്ന് പറയും. രാഘവനുണ്ണി നിങ്ങളോട് പറഞ്ഞില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് മുകുന്ദൻ ഇത് അറിയുന്നത്. മുകുന്ദൻ ഞെട്ടിപ്പോവേ. അപ്പത്തേനും അതെ നിശ്ചയമായിട്ട് നടത്തേണ്ട തീരുമാനിച്ചു, എന്തായാലും ഡയറക്റ്റ് വിവാഹത്തിലേക്ക് പോകാന്ന് തീരുമാനിച്ചെന്ന് രാഘവനുണ്ണി പറയാം കേട്ടോ. എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞവര് എന്തായാലും ആട്ടെ വിചാരിച്ച് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് മറ്റേ ചെറിയച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരും. അപ്പൊ ചെറിയച്ഛന് ഈ സംഭവം കേൾക്കുന്ന ആൾക്ക് ഷോക്കടാവും. കാരണം ചെറിയച്ഛന്റെ ഉള്ളിൽ അറിയാം അർജുന് ഇതിൽ താല്പര്യമില്ല എന്നും അർജുന് വേറൊരാൾ ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യമെല്ലാം സത്യം പുള്ളിക്ക് അറിയാം കേട്ടോ. പുള്ളി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് അർജുനെ വിളിക്കുകയാണ് കേട്ടോ രാഘവനുണ്ണി. ചെറിയച്ഛനാണ് വിളിക്കുന്നത്. അപ്പൊ അർജുൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അർജുൻ മുത്തശ്ശിയുടെ അടുത്താണുള്ളത് കേട്ടോ. അപ്പം മുത്തശ്ശിയുടെ പറഞ്ഞാൽ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് ചെല്ലും. അപ്പത്തേനും അർജുൻ താഴേക്ക് ഇറങ്ങുന്ന എല്ലാവരും കണ്ട് ഷോക്കഡായി പോയി. കുറുപ്പും കാവ്യയും അമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്നു. അവിടെ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ചായ വെച്ചിരിക്കുന്നു. അപ്പൊ അർജുനോട് രാഘവനുണ്ണി പറയും, ഇന്ന് നിന്റെ വിവാഹം നിശ്ചയമല്ല, വിവാഹ തീയതി നിശ്ചയിക്കാനായിട്ട് പോവാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും അർജുൻ അങ്ങോട്ട് ഷോക്കഡാവും കേട്ടോ. താൻ അറിയാതെ തൻ്റെ വിവാഹ തീയതി നിശ്ചയിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഇതുവരെ കൂളായി നിന്ന അർജുൻ അങ്ങോട്ട് മുഖം അങ്ങോട്ട് മാറും കേട്ടോ. അപ്പൊ അർജുൻ അങ്ങ് പൊട്ടിത്തെറിക്കും. എന്റെ വിവാഹ തീയതി ഞാൻ അറിയാതെ തീരുമാനിക്കുന്നു, അത് ചെയ്യാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്ന് അർജുൻ ചോദിക്കുകയാണ്. അപ്പൊ കുറുപ്പിനോടാട്ടോ ഇത് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് കുറുപ്പാണ് ഇങ്ങനെ വിവാഹ തീയതിയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോഴാണ് പറയുന്നത്, എന്റെ അറിവോ സമ്മതോ ഇല്ലാതെ നിങ്ങളോട് എന്റെ വിവാഹ തീയതി നിശ്ചയിക്കാനായിട്ട് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അപ്പൊ കുറുപ്പ് ചോദിക്കും, മോനെ നീയും കാവ്യയും തമ്മിലുള്ള ബന്ധം. അപ്പത്തന്നെ അർജുൻ വീണ്ടും ദേഷ്യം വരികയാണ്. അർജുൻ പറയും, ഞാനും കാവ്യയും തമ്മിലുള്ള ബന്ധം അതവിടെ നിൽക്കട്ടെ, ഈ തീയതി നിശ്ചയിക്കുന്നതിനെ പറ്റി എന്നോട് ഒരു വാക്ക് നിങ്ങൾ ആരും പറയുകയോ ചോദിക്കുകയോ ചെയ്തോ? എന്റെ സമ്മതം ഇല്ലാതെ നടക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ അർജുനൻ പൊട്ടിത്തെറിക്കുന്നതിന് അതുവരെ ഷോക്കഡായിട്ട് രാഘവനുണ്ണി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പത്തേനും രാഘവനുണ്ണി ഇതിനിടയിൽ അർജുനെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ബാ മോനെ നീ ഇവിടെ വന്ന് ഇരിക്കുക, ഞാൻ പറയട്ടെ. അപ്പം കുറുപ്പിനോട്
അത്രയും കത്തി കയറുന്ന കണ്ടപ്പോൾ രാഘവനുണ്ണിക്ക് സഹിക്കില്ല. ഇപ്പൊ രാഘവനുണ്ണി പറയും, നീ മര്യാദക്കോടെ മിണ്ടാതിരുന്നോണം, ഇവിടുത്തെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്, നീ എൻ്റെ മകനാണ്, അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്. അപ്പൊ വീണ്ടും അർജുൻ പൊട്ടിത്തെറിക്കുന്നത് നടക്കത്തില്ല, എന്റെ സമ്മതം ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനും രാഘവനുണ്ണി ചാടി അങ്ങ് എഴുന്നേക്കും. അർജുനെ അടിക്കാനെന്ന രീതിയിൽ ചാടി അങ്ങ് എഴുന്നേറ്റ് ചെല്ലും. അപ്പത്തേനും ചെറിയച്ചന്മാരൊക്കെ കൂടിയിട്ട് പിടിച്ചു നിർത്തും. അങ്ങനെ സീനുള്ളത്. എന്താണെങ്കിലും ചെറിയച്ഛന്റെ ഭാര്യ എല്ലാവരും കൂടി അർജുനെ പിന്നെ ആശ്വസിപ്പിച്ച്, നീ ഇങ്ങോട്ട് വാ, നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം, അതവിടെ നടക്കട്ടെ, എന്തെങ്കിലും നടക്കട്ടെ, നീ ഇങ്ങോട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞോണ്ട്, നീ ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് അർജുനെ പിടിച്ച് ഒരു വിധത്തിൽ വലിച്ച് കൊണ്ടുപോയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുപോയി വിടും കേട്ടോ. ഇങ്ങനെ സംഭവങ്ങൾ അവിടെ അങ്ങനെ ആ ഒരു ക്ലാഷ് അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്നിട്ടും ഈ വിവാഹ തീയതി നിശ്ചയിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് രാഘവനുണ്ണിയും കുറുപ്പും തയ്യാറല്ല. കുറുപ്പിനും കാവ്യയുടെ അമ്മയ്ക്കൊക്കെ ശരിക്കും ഷോക്കഡായി നിൽക്കുകയാണ്. എങ്കിൽ പോലും രാഘവനുണ്ണിക്ക് ഈ സംഭവം ഷോക്കഡായെങ്കിൽ പോലും പുള്ളി അതെല്ലാം മറച്ചു വെച്ച് ഈ കല്യാണ തീയതിയായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും രാഘവനുണ്ണി പറയും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നമ്മൾ നടത്താൻ ഉദ്ദേശിച്ച ചടങ്ങ് നടത്തി കളയാം, എന്താണെങ്കിലും ആ തീയതി നമുക്ക് നിശ്ചയിക്കാം, താനത് പറയണമെന്ന് പറഞ്ഞ കുറുപ്പിനോട് പറയണം. അപ്പൊ രാഘവനുണ്ണി അങ്ങനെ പറയുന്നതിനും ഒരു കോൺഫിഡൻസ് ആയി. കുറുപ്പിനെ പിന്നെ വിവാഹ തീയതി എപ്പോഴാണ്, ചിങ്ങമാസത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സംഭവം കുറുപ്പ് വായിക്കും. അങ്ങനെ അത് ഏറ്റ് രാഘവനുണ്ണി വാങ്ങും. അങ്ങനെ അത് അവരുടെ സന്തോഷമൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അർജുനാണ് കലിപ്പടിച്ച് മുത്തശ്ശിയുടെ അടുത്തിരിക്കുക, എന്റെ വിവാഹ തീയതി ഞാൻ അറിയാതെയാണ് തീരുമാനിക്കുന്നത്, ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് അർജുൻ ആകെ അപ്സെറ്റ് ആണ് കേട്ടോ. അപ്പൊ മുത്തശ്ശിയും പറയും, ഈ രാഘവനുണ്ണി ജീവിക്കുന്ന വേറെ ഏതോ കാലഘട്ടത്തിലാണ്, കാലം മാറിയതൊന്നും പുള്ളി ആലോചിക്കുന്നതേ ഇല്ലാന്ന് മുത്തശ്ശിയും പറയും കേട്ടോ. ഇതിനുശേഷം കൈ കൊടുത്ത് കുറുപ്പും രാഘവനുണ്ണിയും എല്ലാം പിരിയാണ്, കാവ്യ എല്ലാം കൂടി പിരിയുന്ന സമയത്തും ഇവർ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കുറുപ്പ് പറയുകയാണ്, ആദ്യം അർജുൻ ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയുള്ളൂ, പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ കുറുപ്പും പറയും. അപ്പൊ തന്നെ രാഘവനുണ്ണി പറയും, അത് പ്രായത്തിന്റെ തിളപ്പല്ലേ ഇടും, അത് താൻ കാര്യമാക്കണ്ട. അതുകൂടാതെ കുറുപ്പ് പിന്നെയും പറയും, എനിക്ക് വേറൊരു വിഷമമുണ്ട്, ഞാൻ ഗവർണർ ആയിട്ട് വേണമായിരുന്നു ഈ കല്യാണം നടത്താൻ, എങ്കിലൊരു ഇച്ചിരി ഒരു പൊലിമയും ഒരു പ്രൗഢിയൊക്കെ നമുക്ക് കിട്ടിയേനെന്ന് പറയും. അപ്പത്തേനും രാഘവനുണ്ണി പറയും, എടോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് അർജുനും കാവ്യയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം, അതല്ലേടോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ കേട്ടോ. എന്താണെങ്കിലും അർജുൻ ഒരു സൈഡിൽ വിഷമിച്ചിരിക്കുമ്പോഴും അവരുടെ ഭാഗത്ത് സന്തോഷവും കാര്യങ്ങളും മാത്രം നോക്കിയാണ് ഈ രാഘവനുണ്ണി. അർജുൻ ഹാപ്പിയാണോ, അർജുന്റെ മനസ്സ് എന്താണെന്ന് രാഘവനുണ്ണി ഒരിക്കൽ പോലും നോക്കാനോ തിരിച്ചറിയാനോ പോകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എപ്പിസോഡ് തീരുന്നത്. ഇതിന് ഇടയിൽ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. അതായത് അഞ്ജലി അച്ഛനെയും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ വെച്ച് അച്ഛന്റെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ഒരു തവണ കൂടി സ്കാനിങ് എടുത്തിട്ടുണ്ട്. ആ സ്കാനിങ് ഒക്കെ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറയും, ഇനി സർജറി അല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് വഴിയില്ല, ഉടൻ തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ അതല്ലാതെ ഇനി വഴിയില്ല എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അപ്പൊ അതോർത്ത് വിഷമിച്ച് അഞ്ജലി ഇരിക്കുകയാണ്, അമ്മയും ടെൻഷനാണ്. അങ്ങനെ അച്ഛനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോരുന്ന ഒരു സീൻ കൂടെ ഇതിനിടയിൽ നടക്കുന്നു. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം തീയതി ഉറപ്പിച്ചു ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവത്തോടു കൂടിയാണ് കേട്ടോ. അപ്പൊ അർജുൻ ഒരു സൈഡിൽ ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ച് ദേഷ്യത്തോടെ ഇരിക്കുന്നു. അവര് കാവ്യയും കുറുപ്പും രാഘവനുണ്ണിയും അവരുടെ സന്തോഷങ്ങൾ പങ്കിടുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, പ്രൊമോയുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.